ഞങ്ങൾ ഈ ഇടയ്ക്ക് മേഘമലയിലേക്ക് ഒരു ചെറിയ യാത്ര പോയായിരുന്നു. വളരെ ലെസ് ക്രൗഡഡ് ആയിട്ടുള്ള പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മേഘമല. ഈ യാത്രയിൽ കണ്ടതും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല അനുഭവങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. സോ ഫേസ്റ്റ്ലി ഞങ്ങൾ കമ്പമേട്ട ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് കയറുവാണ്. ഞങ്ങൾ രാമക്കൽമേടിൽ നിന്ന് മേഘമലയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു റൂട്ട് വന്നത്. അല്ലെങ്കിൽ കുമളി വഴിയാണെങ്കിലും കമ്പത്തേക്ക് എത്താം. ഇനി മൊത്തം ചുരം ഇറങ്ങുവാണ്. കുറച്ച് എയർപിന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് റോഡ് ഡയറക്റ്റ് കമ്പം തേനി ഹൈവേയിലേക്ക് എത്തിച്ചേരും. പോണ വഴിക്ക് കുരങ്ങന്മാരൊക്കെ വട്ടം ചാടൂട്ട. പിന്നെ റോഡ് കുറച്ച് മോശമായിരുന്നു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട്. പക്ഷേ ഹൈവേ എത്താറാവുമ്പോഴേക്കും റോഡ് ബെറ്ററായി വരും. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി. ഞാൻ ഈ റൂട്ടിൽ പോകുമ്പോൾ മിക്കപ്പോഴും കയറുന്നൊരു ഹോട്ടലാണ് മെറീന ഹോട്ടൽ. നല്ല ചായയും വെജിറ്റേറിയൻ ഫുഡും ഇവിടെ കിട്ടും. ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റൈഡ് തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ തന്നെ മേഘമല ഹൈവേസിലേക്ക് എത്താനുള്ള റൈറ്റ് ടേൺ വരും. മാപ്പിൽ സെർച്ച് ചെയ്ത് പോകുന്നവർ ഹൈവേസ് മേഘമല എന്നുള്ള റൂട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക. അതിലാണ് എത്തിപ്പെടാൻ പറ്റണത്. ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതാണ് തേൻപലനി മേഘമല ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് വില്ലേജ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ എൻട്രി ടൈം 6 AM to 6 PM ആണ്. സെയിം ഡേ തന്നെ തിരിച്ച് വരാനുള്ള പ്ലാൻ ഉള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്ക് മുന്നേ തന്നെ കയറാൻ നോക്കുക. പിന്നെ എൻട്രി ഫീ ഒന്നുമില്ല ഇവിടെ. വെഹിക്കിൾ ഡീറ്റെയിലും ഡ്രൈവർ ഡീറ്റെയിൽസും കൊടുത്താൽ മതി. സോ ഫൈനലി ഞങ്ങൾ മേഘമല കയറുവാണ്. ഈ റൂട്ട് 3 ക്യാമ്പ് സോൺസ് പോലെയാണ് തിരിച്ചേക്കുന്നത്. ആദ്യമേ ബോട്ടം ക്യാമ്പ് സോൺ ആണ്. ഇവിടെയാണ് താഴേന്ന് ഹില്ലിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് സെൻട്രൽ ക്യാമ്പ് സോൺ. അതാണ് ഈ കാണുന്ന ഭാഗം. ഈ ഭാഗത്താണ് മേജർ ടീ എസ്റ്റേറ്റുകളും ഡാമുകളൊക്കെ ഉള്ളത്. ആൻഡ് ലാസ്റ്റ്ലി അപ്പർ ക്യാമ്പ് സോണാണ്. അവിടെയാണ് ഈ മഹാരാജമേട്ടു എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനും ആ ഫൈനൽ വ്യൂ പോയിന്റും വന്നത്. ഈ കാണുന്നതാണ് ഹൈവേസ് ഡാമിൻ്റെ ലൊക്കേഷൻ. പിന്നെ ഈ റൂട്ട് വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്. അധികം ക്രൗഡും ഇല്ല. ക്ലൈമറ്റ് നല്ലതായിരുന്നു.
നല്ലൊരു ലൊക്കേഷനാണ് ആക്ച്വലി, പ്രത്യേകിച്ച് റൈഡർമാർക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതുപോലെ തന്നെ വെതർ മോസ്റ്റ് ഓഫ് ദ ടൈം നല്ല ബ്യൂട്ടിഫുൾ വെതറാണ്. ഇവിടുത്തെ വ്യൂവും കാഴ്ചകളൊക്കെ നല്ല മനോഹരമാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ പറ്റിയൊരു റൂട്ടാണ് മേഘമലൈ. അങ്ങനെ മനലാർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മേഘമലയുടെ ഫൈനൽ ക്യാമ്പ് സോണിലേക്ക് പോകാൻ തുടങ്ങി. ഈ കാണുന്നതൊക്കെ മനലാർ റിസർവോയറിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. മഴ പെയ്യുമോ ഇല്ലേ എന്നൊരു ചെറിയ സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഭാഗത്തെപ്പോഴേക്കും മഴ പെയ്ത് ആ സംശയമൊക്കെ മാറിക്കിട്ടി. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈനൽ സോണിൻ്റെ ഭാഗങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇപ്പം മഴ പെയ്തൊക്കെ തുടങ്ങി. ഇതാണ് മഹാരാജ മേട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഹിൽ സ്റ്റേഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ വ്യൂ പോയിന്റ്. ആൻഡ് ഫൈനലി ഈ കാണുന്നതാണ് വ്യൂ പോയിന്റിലേക്കുള്ള ഹൈക്ക്. ഈ മേഘമല യാത്രയുടെ അവസാനത്തെ ഭാഗമാണ് ഈ വ്യൂ പോയിന്റിലേക്കുള്ള ഹൈക്ക്. ഭയങ്കര ചെറിയൊരു ഹൈക്കാണ് മേളിലേക്ക്. പക്ഷെ മേളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് അഡ്മയർ ചെയ്യാനൊക്കെ തോന്നും. പിന്നെ ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ടിക്കറ്റ് വന്നത്. കാണുന്നത് പോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ അതിനാലെ നല്ല കോടയും പിന്നെ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നു. പിന്നെ പയ്യെ അതുകൊണ്ട് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി ബൈക്കുള്ളവർ ബൈക്കിന് തന്നെ വരാൻ നോക്കുക. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടും തിരിച്ച് മടങ്ങാൻ പറ്റും. So bye for now and take care.